ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ തപ്പിക്കൊണ്ട് വരുന്ന ആളെ ഞാൻ ഇതാ കണ്ടെത്തിയിട്ടുണ്ട്. ഷാനു വീൽസ് അല്ലേ? യൂസ്ഡ് പ്രീമിയം കാറുകളുടെ ഒരു ചാകരയാണ് നമ്മുടെ പുറകിലുള്ളത്. ഈ ക്ലാസ്, സി ക്ലാസ്, ബെൻസിന്റെ കൂടുതൽ അല്ലേ? അതിന്റെ ഇടയിൽ ലാൻഡ് റോവർ ഉണ്ട്, പിന്നെ മിറ്റ്സുബിഷി ഉണ്ട്, BMW ഉണ്ട്, അങ്ങനത്തെ വണ്ടികളൊക്കെ ഉണ്ട്. അപ്പൊ കുറെ നാളായി കമന്റ്സ് ഇങ്ങനെ വന്നോണ്ടിരിക്കുക, ഷാനു വീൽസ് എവിടെ വീഡിയോ എന്ന് പറഞ്ഞ് ഞാൻ കുറെ സ്ക്രീൻഷോട്ട് അയച്ചു തന്നിട്ടില്ല. എന്തേ ഇത്രയും ലേറ്റ് ആയത്? 9 മാസം കഴിഞ്ഞു നമ്മള്. അതായത് ഇങ്ങനെ വരുന്ന വണ്ടികൾ ഇങ്ങനെ പെട്ടെന്ന് പോവും. അപ്പൊ ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കും, പക്ഷെ അപ്പൊ തന്നെ സ്റ്റോക്കുകൾ കഴിയും. അപ്പൊ ഇപ്പഴാണോ ഒന്ന് തരപ്പെട്ട് കിട്ടിയത്. ഓക്കെ, നമ്മള് പ്രേക്ഷകരുടെ അഭിപ്രായം മാനിച്ച് സെറ്റാക്കിയത്. അതെ. ഓക്കെ, അപ്പൊ ഷാനു വീൽസ് ലൊക്കേഷൻ വരുന്നത് മോങ്ങത്താണ്, മലപ്പുറം കോഴിക്കോട് പാലക്കാട് ഹൈവേയില് മോങ്ങം. ഓക്കെ, പുള്ളി ഓഫീസായിട്ട് ഇല്ല, വീട്ടിൽ നിന്ന് തന്നെയാണ്. അപ്പൊ ഇതിപ്പോ നമ്മളൊരു ഓഡിറ്റോറിയത്തിൽ, നമ്മൾ സാറിന് ചെയ്യുന്ന ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്യാണ്, സ്റ്റോക്ക് കാണിക്കുകയാണ്. അപ്പോൾ ഷാനുക്ക, നിങ്ങളെ വീഡിയോ കണ്ടിട്ട് പലരും ഈ പ്രീമിയം വണ്ടികൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ വാഹനങ്ങൾ വാങ്ങാൻ റെഡിയായി നിൽക്കുന്നുണ്ട്. കാരണം അത്രയും ബഡ്ജറ്റ് വില തന്നെ നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് അങ്ങനെ എടുക്കുന്നവരോട് പറയാനുള്ള കാര്യം? അല്ല, എടുക്കണവരോട് പറയാനുള്ളത്, ഇത് ഈ വിലക്കാണ് കിട്ടുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു, ഈ വിലക്കാണ് കിട്ടുന്നതെന്ന് കരുതിയിട്ട് ഇത് മേടിച്ചാൽ മെയിൻ്റനൻസ് ഒക്കെ ഫ്യൂച്ചറിൽ വന്നേക്കാം. കാരണം ഓൾഡ് കാറാണ്, ജർമ്മൻ കാറുകളാണ്, വലിയൊരു ബ്രാൻഡാണ്. വാങ്ങുമ്പോൾ ഈ വിലയാണെന്ന് കരുതി ഇത് പുതിയത് ഇറങ്ങുമ്പോൾ നല്ല വില ഉണ്ടല്ലോ. അല്ല, ഇത് പുതിയ കാർ നിങ്ങൾ വാങ്ങിയാലും വരുന്ന മെയിൻ്റനൻസ് സെയിം തന്നെയായിരിക്കും. പുതിയതാകുമ്പോൾ സർവീസ് കോസ്റ്റ് കൂടും. 1.5 ലക്ഷം 2 ലക്ഷം കമ്പനിയിൽ അടക്കണം. എങ്ങനെ ആയാലും പ്രീമിയം കാറിൽ തൊട്ട് കഴിഞ്ഞാൽ എക്സ്പെൻസീവ് ആണ്. ലക്ഷറി ആകുമ്പോൾ അത്യാവശ്യം എക്സ്പെൻസ് നമ്മൾ കണ്ടറിയ തന്നെ വേണ്ടി വരും. നമ്മളൊരു സാധാരണ ഒരു ഹാച്ച് ബാക്ക് വണ്ടിയൊക്കെ വാങ്ങുന്ന ഒരു ലാഘവത്തോടു കൂടി ആ പൈസക്ക് ഇത് വാങ്ങാൻ നിൽക്കരുത്. വാങ്ങുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാനും കൂടി കപ്പാസിറ്റി ഉള്ളവര് മാത്രമേ ഇത് മേടിക്കാൻ പാടുള്ളൂ. എങ്ങനെയെങ്കിലും ഒരു 5 ലക്ഷം തട്ടിക്കൂട്ടി ഒപ്പിച്ച് ഒരു കാർ എടുത്താൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനും കൂടി കഴിവുള്ള, കപ്പാസിറ്റി ഉള്ള, അതിനെ ഓവർകം ചെയ്യാൻ പറ്റണ പോലെ ഇത് എടുക്കാൻ പാടും. ഓക്കെ, ഇതിപ്പോ നമ്മൾ എന്തായാലും കമ്പനിയിലൊന്നും കൊണ്ടുപോയി സർവീസ് ചെയ്യുന്നില്ല. കാരണം പുറത്തുനിന്നാണ് മോഡൽ. ചില വണ്ടികളൊക്കെ കമ്പനി സർവീസുള്ള വണ്ടികളുണ്ട്. പക്ഷേ ഇപ്പൊ നിങ്ങൾക്ക് തന്നെ, നിങ്ങൾ മുന്നേ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, സർവീസ് വേണേ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പോഴും ഉണ്ടോ? ഇപ്പോഴും ചെയ്യുന്നുണ്ട് അല്ലേ? പാർട്സും സർവീസും ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ കാര്യത്തിലൊന്നും പേടിക്കണ്ട. എന്തായാലും നമുക്ക് കണ്ടുനോക്കാം. ഓരോ സ്റ്റോക്കായിട്ട് കുറെ വണ്ടികളുണ്ട്. കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും വിട്ടുപോകരുത്. വീഡിയോയിലേക്ക്. ഓക്കെ, ആദ്യ വാഹനം ഒരു E200 ആണ്. ഈ ക്ലാസ് ഇവിടെ നിരത്തിയിട്ടേക്കുണ്ട്. എനിക്കൊന്ന് ബ്രൗൺ തന്നെ 1 2 3 4 5 വണ്ടി ബ്രൗൺ ആണ്. എന്റെ എഡിറ്റർക്ക് ഇതൊരു പണിയാവും, കൺഫ്യൂഷൻ ആവും. എങ്ങനെ ഡീറ്റെയിൽ ഇത് 2010 ലാസ്റ്റ് വണ്ടിയാണ്, ഡിസംബർ. സിംഗിൾ ഓണർ ആണ്. 58,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഈ കിലോമീറ്ററിന്റെ കാര്യത്തില് അത് നമ്മൾ എല്ലാ പ്രാവശ്യം പറയുന്നതാണ്. അതിലൊരു ടെൻഷനും ആവണ്ട. നമ്മൾ പറയണ നമ്മള് 1 ലക്ഷത്തിന്റെ മേലെ ഓടിയ വണ്ടികൾ ഒരുപാടുണ്ട് ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഇത് വളരെ ലോ കിലോമീറ്റർ മാത്രം ഓടിയേക്കുന്ന വാഹനമാണ്. അവിടെ എത്ര ഓണർഷിപ്പ്? സിംഗിൾ. ഇപ്പോഴും സിംഗിളിലാണ് നിൽക്കുന്നത്. റീ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല. NOC എവിടെ എടുത്തിട്ടില്ല. കാരണം എടുക്കാത്തതിന്റെ കാരണം ഇത് റിന്യൂവൽ ഓൾറെഡി എടുത്ത വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇത് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യാൻ 5 വർഷത്തേക്ക് 15,900 മതി. കണ്ട, അതായത് ചെറിയ വണ്ടികൾ രജിസ്റ്റർ ചെയ്യുന്ന അതേ ഫീസിൽ തന്നെ ഇത് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, E200 പെട്രോൾ ആണ് സെഗ്മെന്റ് വരുന്നത്. വലിയ മെയിൻ്റെനൻസ് ഉണ്ടാവും പെട്രോൾ ആകുമ്പോൾ. പിന്നെ ഒരു 7-8 റേഞ്ച് ഒക്കെ മൈലേജ് ഉണ്ടാവും. 10-12 ഒക്കെ കിട്ടും. 10 പറഞ്ഞാൽ മതി. ഓട്ടോമാറ്റിക് അല്ലേ? ഓക്കെ, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അപ്പോ എത്രയാ പ്രൈസിങ്? എങ്ങനെയാ ഇത്? നമ്മൾ ഫൈനൽ 5,75,000 NOC പ്രൈസ് ആണ്. നിങ്ങളുടെ RTOയില് വെറും 15,900 മതി. ടോട്ടൽ RTOന്റെ ഏജന്റിന്റെ ചാർജ് ഒക്കെ അടക്കം ഒരു 20-25 അത്രേ വരും. മാക്സിമം 25,000 രൂപ കണ്ടാൽ നിങ്ങൾക്ക് കേരളത്തിൽ നമ്പർ ആക്കിയിട്ട് 5 വർഷത്തെ പേപ്പറോട് കൂടി ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഓക്കെ, പെട്രോൾ വണ്ടിയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതിനേക്കാൾ സിമ്പിൾ മെയിൻ്റെനൻസ് കൊണ്ടു നടക്കാൻ പറ്റും അല്ലേ? അടുത്ത വണ്ടിയിൽ വീണ്ടും ഈ ക്ലാസ് തന്നെ. ഇത് ഡീസലാണ്, E250D അല്ലേ? ഓക്കെ, ഏതാ മോഡൽ ഇത്? 2011 സിംഗിൾ ഓണർ ആണ്. ഓക്കെ, കിലോമീറ്റർ 1 lakh above ആണ്. ഇത് പേപ്പർ എന്താ അവസ്ഥ? ഇപ്പോൾ
പേപ്പർ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഉണ്ട്, കുറച്ച് സമയം കൂടെ ഉണ്ട്. അതെ, കേരള നമ്പർ ആയോ? ഇല്ല, ആയിട്ടില്ല, ഇതുവരെ ആയിട്ടില്ല. NOC എടുത്തു കൊടുക്കാം. ഇപ്പൊ 26 കുറച്ച് മാസം കൂടി ഉണ്ടാവും ചിലപ്പോ. ഓക്കെ, അപ്പോ NOCയിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 8 മാസം വണ്ടിയാണ്, സംശയമുണ്ട്. 8 മാസമാണ്, ഇപ്പൊ ജൂലൈ ആയില്ലേ? അതെ, അടുത്ത മാസം പിറ്റത്തെ മാസമാണ്. അപ്പോ റിന്യൂവൽ എടുക്കാനല്ലേ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതേ ടാക്സ് വരും ഏകദേശം? അല്ല, ടാക്സ് കുറച്ച് വ്യത്യാസം വരും. ഇനി നമുക്ക് നമ്പർ ആക്കി വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. നമ്പർ ആക്കുമ്പോ എത്ര കോസ്റ്റ് വരും ഏകദേശം? ഇതിപ്പോ നമ്മൾ വിത്ത് NOCയിൽ 4,95,000 ആണ് ഉദ്ദേശിക്കുന്നത്. 495. ഈ 250 നല്ല വണ്ടിയാണ്, വെൽ മെയിൻറ്റൈൻഡ് ആണ്. കിലോമീറ്റർ ഒത്തിരി അധികം ഉണ്ടെന്ന് മാത്രം. 1 lakh above ആണ്. ഇനി അഥവാ പേപ്പർ ആക്കുകയാണെങ്കിലോ? നമുക്ക് 5,30,30,000 രൂപക്ക് കേരള രജിസ്ട്രേഷൻ ആക്കി കൊടുക്കാം. അതെന്ന് വെച്ചാൽ പുതിയ പേപ്പർ എടുത്തിട്ട് 5 വർഷത്തെ വാലിഡിറ്റി ആക്കിയിട്ട് നമുക്ക് 5,30,000 കൊടുക്കുക, അല്ലെങ്കിൽ 4,95,000 NOC എടുത്തു കൊടുക്കാം. കാരണം ഇത് എന്റെ സമയമായതുകൊണ്ട് ചെറിയ ടാക്സ് എമൗണ്ടേ വരുള്ളൂ. ഇതിലും റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നല്ല വെൽ മെയിൻറ്റൈൻ ചെയ്ത വണ്ടിയാണ്. കിലോമീറ്റർ ഉണ്ട് എന്നുള്ളൂ. സിംഗിൾ ഓണറുമാണ്. ടയേഴ്സും കാര്യങ്ങളും ഒക്കെ അത്യാവശ്യം ഉണ്ട്. ഇപ്പൊ നമ്മൾ നന്നായ ഒരു സർവീസും ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. കൊടുത്ത വണ്ടികളിൽ നിങ്ങളിപ്പോ C ക്ലാസ് ഒരുപാട് കൊടുത്തിട്ടുണ്ട് ബെൻസിൽ. അതിൽ ഏറ്റവും കൂടുതൽ കിലോമീറ്റർ ഓടിയ വണ്ടി ഏതായിരുന്നു, ഓർമ്മയുണ്ടോ? ഏതാ, എത്ര ടോപ്പ് ഓടിയത്? 375 ഓടിയ വണ്ടി മൂപ്പര് ഇപ്പോഴും ഓടുന്നുണ്ട്. വിത്തൗട്ട് സൺറൂഫ് വണ്ടി. അതന്നെ, ഇപ്പോഴും 5 വർഷം മുന്നേ കൊടുത്ത, 5-6 വർഷം മുന്നേ. ഇപ്പോഴും ഉണ്ടോ? ഓടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ഓയിൽ ഫിൽറ്ററും ഒക്കെ കറക്റ്റ് മാറ്റി പോവുകയാണെങ്കിൽ ബെൻസൊന്നും എഞ്ചിനും ഗിയർ ബോക്സിനൊന്നും ഒരു പണിയും വരില്ല. അതായത് നിങ്ങള് ബെൻസിനൊക്കെ 15,000 കൂടുമ്പോഴാണ്, 15,000 വരെ കാത്തു നിൽക്കണ്ട, ഒരു 13,000-ലൊക്കെ 10 തന്നെ മാറ്റിക്കോ. എന്നാല് അങ്ങനെ മാറ്റി കൊണ്ടുപോയാൽ തന്നെ ഒരു പ്രശ്നം വരും. പിന്നെ ഇപ്പൊ പാക്കിങ് പോവാ, അങ്ങനത്തെ കംപ്ലൈന്റ്സുകളൊക്കെ വരും. അതൊക്കെ കാലക്രമേണ വരുന്നതാണ്. കാരണം റബ്ബർ സീലുകളല്ലേ, നമ്മുടെ ബോഡിക്കടക്കം വരുന്നത്. അതേപോലെ തന്നെ. ഓക്കെ, മെയിന്റനൻസ് ഒക്കെ അത്യാവശ്യം നമ്മൾ സാധാരണ ഒരു വണ്ടി മെയിൻറ്റെയിൻ ചെയ്യണ പോലെ അല്ല. അത്യാവശ്യം മെയിന്റനൻസും പാർട്സുകൾക്കൊക്കെ അത്യാവശ്യം വിലയൊക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, അതിനും കൂടെ ഓവർകം ചെയ്യാൻ പറ്റുന്ന പോലെ മാത്രമേ എടുക്കാവൂ. കാരണം നമ്മളിത് ഇങ്ങനെ പറയണത് എന്താ വെച്ചാല്, ചില ആളുകളെ വിചാരം 5 ലക്ഷം റുപ്യക്ക് കാറ് മേടിച്ചാൽ ഒരു കംപ്ലൈന്റും വരില്ല. അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. കാരണം അങ്ങനെ കസ്റ്റമർ അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു വിഷമാണ്. തീർച്ചയായും. അങ്ങനെ കേടുവന്നു, ഇങ്ങനെ കേടുവന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഫുൾ സെൻസേഴ്സിൽ ഓടുന്ന വണ്ടിയാണ്. എന്തും ഇത് ഇറങ്ങണ ഈ കാറിന് ഇറങ്ങണ സമയത്ത് ഓൺ ദ റോഡ് 55 ലക്ഷം വില ഉണ്ടെന്ന് അന്നത്തെ വില. ഇന്ന് 1 കോടിന്റെ പുറത്തുണ്ട് ഈ 250ക്ക്. അപ്പം ആ ഒരു പ്രൈസിന്റെ വണ്ടി ഈ ഒരു പ്രൈസിൽ കിട്ടുമ്പോൾ തന്നെ അത്യാവശ്യം ഒരു ഡാമേജ് എന്നല്ല, കുറച്ച് സാധനങ്ങളൊക്കെ ഓൾഡായി വരില്ലേ. അപ്പൊ അതിനായിട്ടേതായ ഒരു ഇരുമ്പല്ലേ, തേയ്മാനം പ്രതീക്ഷിക്കാം. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തത് BMW X1 ആണ്, പഴയ ഷേപ്പ്. ഏതാ മോഡൽ ഇത്? 2011 എൻഡ് വണ്ടിയാണ്. ഓക്കെ, ഡിസംബർ ആണ്. അതുകൊണ്ട് തന്നെ ടാക്സ് ചെറിയ എമൗണ്ട് മതിയാവും. ഇത് പെട്രോൾ ആണ്, പെട്രോൾ ആണ്, കോർപ്പറേറ്റ് എഡീഷൻ ആണ്. ഒരു 53,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ ആണ്. സെക്കൻഡ് ചാവി, സർവീസ് ബുക്ക് എല്ലാം ഉണ്ട്. നല്ല ജെനുവിൻ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് കിട്ടുന്നത് ഇപ്പൊ ഈ പ്രാവശ്യം കുറെ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. സെക്കൻഡും തേർഡും ഒക്കെ അത് വേറെ ഉണ്ട്. അപ്പൊ 11 ഡിസംബറിലാണ് ഇനി റിന്യൂവൽ വരിക ഈ വർഷം. അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയ മാസമല്ലേ ഉള്ളൂ, ചെറിയൊരു ടാക്സ് അടച്ചാൽ ഇതാവും. 5 വർഷത്തേക്ക് പേപ്പർ എടുക്കണമെങ്കിലും എത്ര എമൗണ്ട് 10,20,000 എടുക്കാൻ പറ്റുള്ളൂ അല്ലെ? അത് കഴിഞ്ഞിട്ട് 5 വർഷത്തേക്ക് എടുക്കുകയും ചെയ്യാം. ഇതിപ്പോ ടാക്സ് എത്ര വരും ഏകദേശം? ഒരു 50,000. നമുക്ക് വേണമെങ്കിൽ കേരള രജിസ്ട്രേഷൻ ആക്കി കൊടുക്കാം. വിത്ത് NOCയിലാണെങ്കിൽ 4,70,000. 470 NOC അല്ലേ? പെട്രോൾ ആണ്. കേരള രജിസ്ട്രേഷൻ ആക്കി 2031 വരെ ഓൾ പേപ്പേഴ്സ് വാലിഡ് ആക്കിയിട്ടാണെങ്കിൽ 5 ലക്ഷം റുപ്യക്കും കൊടുക്കാം. 5 ലക്ഷത്തിന്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ചോദിക്കാം. അടുത്ത വണ്ടിയിലേക്ക്. വേറെ ഒന്നുമില്ല, നല്ല വണ്ടിയാണ്. അങ്ങനെ നമ്മള് C ക്ലാസ്സിലേക്ക് എത്തി. C200 ആണ് അല്ലേ? കംപ്രസർ അല്ലേ? പെട്രോൾ. ഓക്കെ, ഇതെന്തൊക്കെ മാറ്റം ചെയ്തിട്ടുണ്ടോ ഫ്രണ്ടില്? അത് ഗ്രില്ലും അലോയും ഒക്കെ ഒരു കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ആൻഡ്രോയിഡ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. കുറച്ചൊരു പ്രീമിയം ലുക്കിലാണ്. ഏതാ മോഡല്? 2010. ഇപ്പോ 91,000 കിലോമീറ്റർ. പേപ്പർ ഒന്നും സെക്കൻഡ് ഓണർ ആണ്. ഇല്ല, പേപ്പർ ഇത് ഓൾറെഡി റിന്യൂവൽ എടുത്താ. അതുകൊണ്ട് തന്നെ ഇവിടെ 15,900 ടാക്സ് അടച്ചാൽ മതി കേരളത്തില് 5 വർഷത്തേക്ക്. ഓക്കെ, പുതിയ പേപ്പറിൽ 15,900 5 വർഷത്തേക്ക് ഫുൾ ക്ലിയർ ആയി കിട്ടും. ഓക്കെ, വേറെ ക്ലെയിമോ റീപ്ലേസ്മെന്റ് ആകുന്നൊന്നുമില്ലല്ലോ. ഓക്കെ, ഇത് സെക്കൻഡ് ഓണർ വണ്ടിയാണ്, ഫസ്റ്റ് ആയിട്ട് നമ്മൾ കാണുന്നത് സെക്കൻഡ് ഓണർ. ഓക്കെ, അപ്പോൾ C ക്ലാസ് ആണ്. അത്യാവശ്യം പെട്രോൾ മൈലേജിന് കിട്ടും. അത്യാവശ്യം 10 പ്രതീക്ഷ മതി. 10 തന്നെ ഈ ക്ലാസിന്റെ അതേ റേഞ്ച് ആണ്. ഓക്കെ,
ഡീസലാണെങ്കിൽ കിട്ടൂല? ഡീസലാണെങ്കിൽ ഒരു 15-14 കിട്ടും. ഇത് 12 കസ്റ്റമറൊക്കെ പറയാറുണ്ട് ചില ആളുകൾ, പക്ഷെ 10 നമ്മൾ പറഞ്ഞാൽ മതി. അതെ, അത്രേ ഉള്ളൂ. കുറച്ച് അത് പ്രതീക്ഷിച്ച് നിങ്ങൾ എടുത്താൽ മതി. ബോണസ് കിട്ടിയാൽ നിങ്ങൾക്ക് ലാഭം. ഓക്കെ. അപ്പോൾ പ്രൈസ് എങ്ങനെയാ ഇപ്പോൾ? 4,20,000 രൂപ NOC കൊടുക്കാം. 2010 ഒരു നല്ലൊരു എമൗണ്ടിന്റെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് വണ്ടിയിലുണ്ട്, ചെയ്തിട്ടുണ്ടല്ലോ. ആൻഡ്രോയിഡ് നല്ല സിസ്റ്റമാണ്. പിന്നെ സീറ്റ് കവർ, സ്റ്റിയറിംഗ് വീല്, ഗിയറിന്റെ നോബ് ഒക്കെ ചേഞ്ച് പുതിയ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ഇന്റീരിയർ കാണുന്നുണ്ടാവും, അപ്പൊ തന്നെ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഒരു അട്രാക്റ്റീവ് പ്രൈസിൽ C-Class ആണ്. C200 പെട്രോൾ തന്നെ. CG ആണ് ഇത്, കംപ്രസർ അല്ല. നേരത്തെ കണ്ട കംപ്രസർ ആയിരുന്നു, ഇത് CG ആണ്. ഏതാ മോഡൽ ഇത്? ഇത് 2011 മോഡല്. 11 അല്ലേ? ഇതും ഏതാണ്ട് എൻ്റെ വണ്ടിയാണ്. ചെറിയൊരു സമയം ഇനി പേപ്പർ ബാലൻസ് ഉള്ളൂ, അതുകൊണ്ട് NOC നമുക്ക് എടുത്തു കൊടുക്കാം. ഓക്കെ. NOCയിലാണെങ്കിൽ നമുക്ക് 4,20,000 രൂപക്ക് 4,20,000 നല്ല പ്രൈസ് ആണ്. എടുത്തിട്ടാണെങ്കിൽ ഒരു NOC അത് ഇൻക്ലൂഡഡ് ആണ്. അല്ല, കസ്റ്റമർക്ക് നമ്പർ ആക്കാനോ എന്തായാലും ഒരു 35,000-40,000 രൂപ വരും. കാണ്ടി വരും. ഓക്കെ. ഇതിന്റെ 450 കിലോമീറ്റർ എത്രയും? ഇത് 1 lakh. ഓക്കെ. സെക്കൻഡ് ഓണറോ അല്ലെങ്കിൽ? അല്ല, സിംഗിൾ ഓണറാണ്. സിംഗിൾ ഓണർ തന്നെ കിടക്കുന്ന വാഹനമാണ് ഇതും. അതും നമുക്ക് ഇൻഷുറൻസ് ഇപ്പൊ ഏതാണ്ട് എക്സ്പയർ ആവാറായിട്ടുണ്ട്. അത് നമുക്ക് പുതിയ ഇൻഷുറൻസ് ആ പറഞ്ഞ എമൗണ്ടിൽ ചെയ്തു കൊടുക്കാം. 4,20,000. ഓക്കെ, 4,20,000 കൊണ്ടുപോകാം കേട്ടോ. ഒരു അടിപൊളി പ്രൈസ് ആണ്. നല്ല വണ്ടിയാണ്. 35,000, അതായത് പുതിയ പേപ്പർ എടുക്കാൻ ഒരു 35,000 വരുള്ളൂ. ഓക്കെ. പിന്നെ ഈ ക്ലാസ്സിലും C-Classലും ഒക്കെ നോക്കുകയാണെങ്കിൽ കോമൺ ആയിട്ട് വരുന്നൊരു കംപ്ലൈൻറ്റ്, അതായത് ഒരാൾക്ക് ഇപ്പം അത്യാവശ്യം ഇങ്ങനത്തെ ഒരു വണ്ടി എടുത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ തോന്നുന്ന ഒരാൾക്ക് ഈ വണ്ടി എടുക്കണമെങ്കിൽ ഒരു ധൈര്യം വേണമല്ലോ. അതിനുവേണ്ടി ചോദിക്കുകയാണ്, കോമൺ ആയിട്ട് വരുന്ന കംപ്ലൈൻറ്റ് എന്താ ഇതിനൊക്കെ? കോമൺ ആയിട്ട് അങ്ങനെ ഒരു റെഗുലർ കംപ്ലൈന്റ് ആയിട്ടൊന്നും ബെൻസിന് അങ്ങനെ ഇല്ല. പിന്നെയും ഉള്ളത് എന്താ വെച്ചാൽ വാൾ കവർ പാക്കിങ് പോവാന്നുള്ളൊരു ചെറിയൊരു കോമൺ ഇഷ്യൂ. അത് ഇഷ്യൂ അല്ല, അത് റബ്ബർ സാധനങ്ങളാവുമ്പോ അത് കുറച്ച് കഴിഞ്ഞാൽ ദ്രവിക്കും, ചൂടാവുമ്പോ അത് ദ്രവിക്കും. അപ്പൊ അത് ഓയിൽ അതിലൂടെ ലീക്ക് വരും. അതിനൊക്കെ എത്ര കോസ്റ്റ് വരും? ലോക്കലിന് ആകെ 3,000 രൂപയുള്ളൂ. നല്ല ജർമ്മൻ സാധനത്തിന് ആകെ 4,000 രൂപയുള്ളൂ. 4,000 രൂപ. അത് മാറിയിടാൻ മാക്സിമം ഒരു 2,000 രൂപ കോസ്റ്റ് വരും. ഒരു 6,000 രൂപ വരുള്ളൂ. അത് വല്ലപ്പോഴേ വരുള്ളൂ. ഇപ്പൊ ഒരു 20, 25, 30 കിലോമീറ്റർ ഒക്കെ കഴിയുമ്പോഴേ വരുള്ളൂ. പിന്നെ ഇതിന്റെ നോർമൽ ബ്രേക്ക് പാഡ് കാര്യങ്ങളൊക്കെ അതിനൊക്കെ കുറവാ. 4,000, 4,500 ആ റേഞ്ച് തന്നെ വരുന്നുള്ളൂ അല്ലേ? അങ്ങനത്തെ കോമൺ വലിയൊരു എമൗണ്ട് ഒന്നും വരൂല. പിന്നെ ഇപ്പൊ ആൾട്ടർനേറ്റർ പോവാ, അല്ലെങ്കിൽ AC-ന്റെ കംപ്രസർ പോവാ, അതിനൊക്കെ ചിലപ്പോൾ ഒരു 25,000-35,000 ഒക്കെ വരും. കോസ്റ്റ് വരും അല്ലേ? മാറണമെങ്കിലുള്ള ചാർജ് അഡീഷണൽ ചെറുത്. അത് പിന്നെ ലേബർ ചാർജ് അല്ലേ? ലേബർ ചാർജ് പുറത്തുനിന്ന് ചെയ്യുകയാണെങ്കിൽ അല്ലേ? കമ്പനിന്നാണെങ്കിൽ കമ്പനിയെ കുറിച്ച് ചിന്തിക്കരുത്. അതാണ് ചില ആൾക്കാർ ഈ പഴയ വണ്ടികളൊക്കെ എടുത്തിട്ട് നേരെ കമ്പനിയിലേക്ക് കൊണ്ടുപോകും. ഒരിക്കലും കമ്പനി ചിലപ്പോൾ കാറിനേക്കാൾ എമൗണ്ട് കമ്പനി മേടിച്ചു. കമ്പനി എന്ന് വെച്ചാൽ അവരുടെ കറക്റ്റ് പ്രോസസ്സിലേക്ക് കൊണ്ടുപോകും. ഒരു സാധനം മാറണമെങ്കിൽ അവർ കറക്റ്റ് അതിനോടനുബന്ധിച്ചുള്ള എല്ലാം മാറും. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ വണ്ടികളൊക്കെ കൊണ്ട് കമ്പനി പോകാൻ നിൽക്കരുത്. പലരും ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത്. പുറത്തന്നെ നിന്ന് നല്ല ഗ്യാരേജുകളൊക്കെ ഇഷ്ടം പോലെ കോഴിക്കോട്, രാമനാട്ടുകര, നമ്മളെ നാട്ടിൽ തന്നെ 4-5 ഗ്യാരേജുകളൊക്കെ വരാം, എല്ലായിടത്തും ഉണ്ട്. ഓക്കെ. അപ്പൊ താല്പര്യം വിളിച്ചോ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതാ മിറ്റ്സുബിഷി ഔട്ട്ലാൻഡർ ആണ് വാഹനം അല്ലേ? ഇത് നമ്മളങ്ങനെ കാണാത്ത റൈറ്റ് ആണ്. നമ്മൾ മുന്നേ ഏതോ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, പണ്ടൊക്കെ ചെയ്ത. ഓക്കെ. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2009 ഡിസംബർ. ഇപ്പോൾ ഓൾറെഡി റിന്യൂവൽ എടുത്തിട്ടുണ്ട്. ഓക്കെ. അതുകൊണ്ട് തന്നെ കേരള രജിസ്ട്രേഷൻ ആക്കാൻ ചെറിയ എമൗണ്ട് മതി. ഒരു 20,000-ന്റെ ഉള്ളിൽ ടാക്സ് എല്ലാം അടക്കാം. സിംഗിൾ ഓണർ ആണ് ഇതും. ഇപ്പൊ കണ്ടതിൽ ഒറ്റ നേരമല്ലോ സെക്കൻഡ് ഓണർ അല്ലേ? ബാക്കി എല്ലാം സിംഗിൾ ഓണർഷിപ്പ് തന്നെ നടക്കുന്ന വാഹനമാണ്. എല്ലാത്തിനും അത്യാവശ്യം ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ സർവീസ് കൊടുത്തു, റോഡും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടല്ലേ? ഒരു 10-35,000 രൂപന്റെ വർക്കും ചെയ്തു. ക്ലെയിം റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓണർ ഉപയോഗിച്ച വണ്ടിയാണ് ഇത്. 5 സീറ്റർ ആണ്. 7 സീറ്ററിന്റെ ലെങ്ത് ഉണ്ട് വണ്ടി. അത്രയും ബൂട്ട് സ്പേസ് കിട്ടും. ബൂട്ട് സ്പേസ് കിട്ടും. അത്രയും കിട്ടും. ഓക്കെ. ഓട്ടോമാറ്റിക് മിറ്റ്സുബിഷിന്റെ നിങ്ങൾക്ക് പാർട്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? ഇത് കോമൺ ആയി കോഴിക്കോട് കിട്ടും ഇതിന്റെ എല്ലാ പാർട്സുകളും. അപ്പൊ ഞാൻ മേടിച്ച കോഴിക്കോട് നിന്നാണ്. കാരണം മിറ്റ്സുബിഷി നിങ്ങൾക്കും പേടിയുണ്ടാവും ചിലർക്ക്. ഓക്കെ. അപ്പോ എത്രയാണ് ഇതിന്റെ പ്രൈസിങ്? ഞാനിപ്പോ ഇത് നമ്മൾ വിത്ത് NOC 2,75,000 കൊടുക്കാം. 2,75,000 രൂപയ്ക്ക് ഒരു ഔട്ട്ലാൻഡർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. നല്ല ഒരു കംപ്ലൈൻസും ഇതിന് വരൂല. അതാണ് ഇതിന്റെ. ഇത് 4 വീലും കൂടിയാണ്, അതും കൂടെ പറയണം. ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ. പിന്നെ അതിന് ഒരുപാട് സിസ്റ്റങ്ങളുണ്ട്. അതായത് ബാക്കിൽ നിന്ന് എല്ലാം വർക്കിംഗ്. നല്ലൊരു ഗുഡ് കാറാണ്. ചെറിയ ഫാമിലിക്കൊക്കെ ആണെങ്കിൽ നല്ല കാറാണ്. 2.25 ലക്ഷത്തിനാണ് ഇത് കിട്ടുന്ന 4x4 ഓട്ടോമാറ്റിക് വണ്ടി. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും ഇങ്ങോട്ടേക്ക് പേപ്പർ ആക്കുകയാണെങ്കിൽ തന്നെ ആ ഒരു 20,000-30,000 രൂപ. 6.5 ലക്ഷം രൂപ ID വിൻഡ് വണ്ടിക്ക് അതുകൊണ്ട്. ഓക്കെ. അപ്പോ
ലോണ് ഞാൻ പിന്നെ ചോദിക്കായിട്ടാണ്, കാരണം ഇങ്ങനത്തെ പഴയ മോഡലും പിന്നെ പേപ്പർ മാറാത്ത മോഡലൊന്നും കിട്ടാൻ പ്രയാസമില്ല. പിന്നെ ചെറിയ എമൗണ്ട് അല്ലേ ഇതിൽ ലോൺ ഇട്ട് കഴിഞ്ഞാൽ. ലോൺ കിട്ടണമെങ്കിൽ മിനിമം 10 വർഷത്തിന്റെ ഉള്ളിലുള്ള വണ്ടി കിട്ടും. അതെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത വാഹനം എന്താ, എനിക്ക് തന്നെ പേഴ്സണലി എൻക്വയറീസ് വന്ന ഒരു വാഹനമാണ് ഈ 350D ആണ് ഈ ക്ലാസ്. ഓക്കെ, ഞാൻ പേഴ്സണലി വന്നത് നിങ്ങൾ കൺവേർട്ട് ചെയ്തിരുന്നു അന്ന്. ഓക്കെ, അപ്പോ ഏതാ മോഡൽ ഇത്? 2010, ഇതും എൻ്റെ വണ്ടിയാണ്. എൻ്റെ വണ്ടി. ഓക്കെ, 10 മോഡൽ. 11 രജിസ്റ്റർ ഉണ്ടോ സംശയമുണ്ട്. ഓക്കെ, ഇത് 1,15,000 കിലോമീറ്റർ. 1,15. ഓക്കെ, വെൽ സർവീസ് ആണ്. കമ്പനി ബില്ല് ഉണ്ടായില്ല, എല്ലാ സർവീസ് ചെയ്തതിന്റെയും പ്രോപ്പർ ഉണ്ടല്ലോ, പ്രോപ്പർ ബില്ലുകൾ ഉണ്ട്. ഓക്കെ, ഈ 350 5,90,000 രൂപയ്ക്ക് വിത്ത് NOC. വിത്ത് NOC. മാറണമെങ്കിൽ ഒരു 30-40 രൂപ വരും. ഓക്കെ, 1,15 ഓടിയേക്കുന്ന വാഹനമാണ് കേട്ടോ. 40,000 രൂപ ഉണ്ടാലും ഫുൾ പേപ്പർ ആക്കി. ഇതും സിംഗിൾ ഓണറാണ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ് ഇത്. ഓക്കെ, അതാണ് ഹൈലൈറ്റ്. ഇന്നത്തെ ഹൈലൈറ്റ് സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണറാണ്. 1,15 കിലോമീറ്റർ, സെക്കൻഡ് ചാവി, സർവീസ് ബുക്ക് എല്ലാം ഉണ്ട്. ഓക്കെ, നല്ല വെൽ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. അപ്പോൾ ഇത് തപ്പി നടക്കുന്നവര് മാത്രമല്ല ഈ 350 തന്നെ എലിഗൻസ് ആണ് അധികം വരാറ്. ഇത് അവൻഗാർഡ് ആണ് അതിൽ ഏറ്റവും ഹയസ്റ്റ് മോഡൽ ഓപ്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ താല്പര്യം എന്താണെന്ന് നോക്കോ. അടുത്ത വണ്ടി. ഇപ്പൊ ആളുകൾ ഏറ്റവും കൂടുതൽ എൻക്വയറി ചെയ്യുന്ന ഒരു സാധനമാണ് ഈ റൗണ്ട് ലൈറ്റ് ബെൻസ്. കാരണം എന്താ വെച്ചാൽ ഇത് വിന്റേജ് സെഗ്മെന്റിലോട്ട് കടക്കാൻ പോവാ. അപ്പൊ ഇപ്പോ ഈ കല്യാണ ആവശ്യങ്ങൾക്കും ഇവന്റ് മാനേജ്മെന്റ് വരൊക്കെ തപ്പിക്കൊണ്ട് നടക്കുന്ന ഒരു വണ്ടിയാണ് റൗണ്ട് ലൈറ്റ്. ഒരുപാട് എൻക്വയറി വരാറുണ്ട്. റൗണ്ട് ലൈറ്റ് എന്നെ ചോദിക്കാറുണ്ട് റൗണ്ട് ലൈറ്റിന്റെ. ഓക്കെ, ഇതെങ്ങനെയാ? ഈ 280 അല്ലേ? ഈ 280 ഡീസൽ ആണ്. ഓക്കെ, ബീജ് കളർ ഇന്റീരിയർ ആണ്. പിന്നെ നല്ല വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ അല്ലേ? ഫുൾ ഓപ്ഷൻ. ഏതാ മോഡൽ? ഏതാ? 2008 ആണ്. പേപ്പർ ഇപ്പോ റിന്യൂവൽ ഒക്കെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ എമൗണ്ട് ടാക്സ് അടച്ചാൽ മതി. ഓക്കെ, ബാക്കി എന്താ പറയാ, ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. സെക്കൻഡ് ആയിട്ട്. ഇതേപോലെ തന്നെ ഇൻഷുറൻസും വലിയൊരു എമൗണ്ട് ഉണ്ട്, 10 ലക്ഷം രൂപയുടെ ആ ലെവലിൽ എന്തോ ഉണ്ട്. IDV ഉണ്ട്. അല്ല, ഒരൊറ്റ പാർട്ടി ഉപയോഗിച്ച വണ്ടിയാണ്. വെൽ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. ഈ 280 ഒന്നും ഇങ്ങനത്തെ വണ്ടികൾ കിട്ടാറില്ല നമ്മളടുത്ത്. കൂടുതൽ ആളുകൾ എൻക്വയറി ചെയ്യാറുണ്ട്, പക്ഷെ റൗണ്ട് ലൈറ്റ് തന്നെ അധികം ആളുകൾ ചോദിക്കാറുണ്ട്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നും. ഓക്കെ, അപ്പോൾ ഒരു നീറ്റ്. ഓക്കെ, അത്രയും. കാരണം ഇങ്ങനത്തെ വണ്ടികൾ ഞാനും കണ്ടിട്ടുണ്ട്. ഒന്നിക്കെ കളർ വാങ്ങിയിട്ടുണ്ടാവില്ല, ലൈറ്റ് പൊട്ടിയിട്ടുണ്ടാവും, ലൈറ്റ് ഒക്കെ പുതിയതുപോലെ ഉണ്ട്. അതെ, അപ്പോൾ അങ്ങനത്തെ ഒരു വണ്ടിയാണ്. മാറ്റി വെച്ചതാവാട്ടോ, നോക്കിയില്ല. അല്ല, അങ്ങനല്ല ഞാൻ പറഞ്ഞത്. ഒരിക്കലും ഇത്ര ഒരു ബ്രൈറ്റ് ഇറങ്ങുന്ന സമയത്തുള്ള വണ്ടിക്ക് കിട്ടാൻ ചാൻസ് ഇല്ല, മാറ്റി വെച്ചതായിരിക്കാം. ഓക്കെ, എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ വണ്ടി നീറ്റാണ്. പ്രൈസ് എങ്ങനെയാ? പ്രൈസ് 4,50,000. 4.5 ലക്ഷം അല്ലേ? മാറണമെങ്കിൽ എന്തായാലും 20 രൂപ 20,000 ടോട്ടൽ. ഓക്കെ, 5 വർഷത്തെ പേപ്പർ അല്ലേ? ഓക്കെ, അവിടെ ഓൾറെഡി റിന്യൂവൽ എടുത്തോണ്ടാണ്. അല്ല, 15,900 ടാക്സ് അടച്ചാൽ മതി. അത്രയും നമ്മളെ ഏജന്റ് ത്രൂ കൊടുക്കുകയാണെങ്കിൽ പോലും ഒരു 20-22 രൂപ വരുള്ളൂ മാക്സിമം. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് മെഴ്സിഡസ് ബെൻസിന്റെ ഒരു എൻട്രി ലെവൽ കാർ അല്ലേ? ഹാച്ച് ബാക്ക് ആണ്. A180 ആണ് വാഹനം. ഓക്കെ, പെട്രോൾ. ഓക്കെ, ഏതാ മോഡൽ ഇത്? 2013 പെട്രോൾ ആണ്. സൺറൂഫ് ഒക്കെ വരുന്ന മോഡലാണ്. ഡീസലിൽ സൺറൂഫ് വരൂല, അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്. പെട്രോൾ സൺറൂഫ് ഉണ്ട്. ഇത് 55,000 കിലോമീറ്റർ. തേർഡ് ഓണർ വണ്ടിയാണ്. ഓണർഷിപ്പ് ആണ്. ഇത് വിത്ത് NOC നമുക്ക് 5,50,000 കൊടുക്കാം. 5.5 ലക്ഷത്തിന് NOC പ്രൈസ്. മാറണമെങ്കിൽ എന്തായാലും ഒരു 40-50 രൂപ കാണ്ടി വരും. 2 വർഷത്തെ ടാക്സ് ഉണ്ടല്ലോ, ഒരു 60 രൂപ തന്നെ കാണ്ടി വരും. ഓക്കെ, ഇതും എല്ലാം കാര്യങ്ങളും എല്ലാം ഓക്കെയാണ്. അപ്പോൾ ഒരുപാട് എൻക്വയറി വരാറുണ്ട് ക്ലാസ്സിന്. എൻട്രി ലെവൽ വണ്ടിയാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും എടുക്കാം. ചെറിയ വണ്ടി, ഇതുവരെ കണ്ടാക്കിയ സഡാൻ വലിയ കാറ്റഗറിയാണ്. ഇതൊരു ചെറിയ വണ്ടി ഹാച്ച് ബാക്ക് ആണെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാം. അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും C ക്ലാസ് C200 CJ തന്നെ. ഏതാ മോഡല്? 2011 മോഡല്. കേരള രജിസ്ട്രേഷൻ ആക്കിയിട്ടുണ്ട്. എവിടെയായത്? മലപ്പുറം. അതായത് കൊണ്ടോട്ടി. ഓക്കെ, മലപ്പുറം ജില്ല തന്നെയാണ്. ഫാൻസി നമ്പർ ആണ്. 66,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഓക്കെ, 2031 വരെ ഓൾ പേപ്പേഴ്സ് വാലിഡ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെ അല്ല, ഇപ്പം സെക്കൻഡ് ഇങ്ങോട്ട് മാറി. സെക്കൻഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് 4,75,000 കൊടുക്കാം. 4,75,000 രൂപയ്ക്ക് CGI. ഓക്കെ, പെട്രോൾ 2011 പക്ക മോഡൽ. 31 വരെ പേപ്പർ ഉണ്ട്. അതെ, 31 വരെ. അപ്പൊ ഇനി ഒന്നും നോക്കാനില്ല. 4 ടയർ പുതിയതാണ്. ഇതിന്റെ എല്ലാം വർക്കിംഗ് അല്ലേ? എല്ലാം വർക്കിംഗ്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. വീണ്ടും അതേ കളർ തന്നെ. ഈ 200 ആണിത്. ഇതിപ്പോ എനിക്ക് മറ്റേ അപ്പു എന്ന് പറയുന്ന അവസ്ഥയാണ്. മൊത്തത്തിൽ ഒന്നും മനസ്സിലാകുന്നില്ല. ഇതെങ്ങനെയാ? ഡീറ്റെയിൽ എങ്ങനെയാ? ഇത് 2011 മോഡല്.
കിലോമീറ്റർ 68,000 കിലോമീറ്റർ, 66,000 പെട്രോൾ ആണ്. പെട്രോൾ ഇപ്പൊ കണ്ടത് ഓൾമോസ്റ്റ് കൂടുതൽ കസ്റ്റമറും അതിനാണ്. നമ്മൾ വിൽക്കാൻ താല്പര്യപ്പെടുന്നതും പെട്രോളിനാണ്. കാരണം പെട്രോൾ ആകുമ്പോൾ കുറച്ച് തലവേദന കുറവാകും. ഈ ഓയിൽ ലീക്ക് കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. പിന്നെ ചെറിയ ബാറ്ററി മതി. പിന്നെ ഇത് എടുക്കുന്നവരെന്തായാലും ചെണ്ട പോലെ സാധാരണ താല്പര്യത്തിന്റെ പുറത്ത് എടുത്ത് പോകുന്നത്. അപ്പൊ പിന്നെ മൈലേജ് കൺസേൺ ആവുകയില്ല. അതുകൊണ്ട് തന്നെയാണ്. ഓക്കെ, ക്ലെയിമോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നീറ്റ് വണ്ടി. സോറി, പറയാൻ മറന്നു, ഇതിന്റെ മെയിൻ ഗ്ലാസിന് ഒരു ക്രാക്ക് ഉണ്ട്. ക്രാക്കാണ്. ഓക്കെ, അപ്പൊ അത് കമ്പനി ഗ്ലാസ് ആണ്. അത് 15,000 റുപ്യ കൊടുത്താൽ മാറാം. ലോഗോ അവര് ബ്ലാക്ക് ആക്കിയതാ. അത് വേണമെങ്കിൽ നമുക്ക് സാധാ സിൽവർ വേണമെങ്കിൽ പുതിയത് വെച്ച് കൊടുക്കാം. അവർ പെയിന്റ് അടിച്ച് ബ്ലാക്ക് ആക്കിയാണ്. ഫേക്ക് ആക്കിയാണ് സംശയമുണ്ട്. അപ്പൊ എങ്ങനെയാ പേപ്പർ? 2011 മോഡല്. ഇത് NOC നമുക്ക് 490 കൊടുക്കാം. പ്രൈസ് ആണ് അതൊക്കെ. അടിപൊളി പ്രൈസ്. ന്യൂ ഷേപ്പ്. അതും 2010 അല്ല 11 ഉണ്ട്. നമ്മൾ തന്നെ 10 580 ഫസ്റ്റ് പറഞ്ഞൊരു വണ്ടി ഉണ്ട്. പക്ഷെ അതും ഇതുള്ളൊരു വ്യത്യാസം എന്താ വെച്ചാൽ, ഒന്ന് ഗ്ലാസ് ക്രാക്ക് ഉണ്ട്, പിന്നെ അത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഫസ്റ്റ് ആയിരുന്നു. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ 490 വിത്ത് NOC. ഇനി മാറണമെങ്കിൽ ഇനിയിപ്പോ നമുക്കൊരു 40,000 രൂപ ചെലവ് വരുള്ളൂ. 530 വരെയാണ് പുതിയ പേപ്പർ എടുത്തിട്ട് നമ്മൾ കൊടുക്കാം. കൊണ്ടോട്ടി രജിസ്ട്രേഷൻ ആണെങ്കിൽ കേട്ടോ, കൊണ്ടോട്ടിയോ മലപ്പുറമോ ആണെങ്കിൽ 530 നമുക്ക് ഓൾ ഇൻക്ലൂഡിങ് 2031 വരെ ഓൾ പേപ്പേഴ്സ് വാലിഡ് ആക്കിയിട്ട് കൊടുക്കാം. അടുത്ത വണ്ടിയിലേക്ക് ബെൻസിന്റെ പല വെറൈറ്റികളുണ്ട് ഇവിടെ. അതായത് C ക്ലാസ്സിലും E ക്ലാസ്സിലും വരുന്ന കുറെ മോഡൽസ് അല്ലേ. ഇപ്പൊ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ 220D ആണ്. അതെ, ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഹാൻഡ് ഗിയർ ആണ് അല്ലേ. ഹാൻഡ് ഗിയർ ആണ്. 7 സ്പീഡ് ഗിയർ ബോക്സ് ആയിരിക്കും. പിന്നെ മൈലേജ് അത്രയും എക്കോ മോഡ് സിസ്റ്റം ഒക്കെ വരുന്ന എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഒരു 17-18 ഒക്കെ മൈലേജ് കിട്ടും. വെറുതെ പറയല്ല, അത് കിട്ടുക തന്നെ ചെയ്യും. പവര് മറ്റേ 250 അപേക്ഷിച്ച് പവർ ഇത്തിരി കുറവായിരിക്കും, പക്ഷെ മൈലേജ് ഉണ്ടാവും. ഇതേതാ മോഡൽ? ഇത് 2012 ആണ്. 12 ഇതാണ് ഏറ്റവും കൂടിയ മോഡൽ ഇപ്പൊ കണ്ടില്ലേ? അല്ല, 13 ആണ് നമ്മളിപ്പോ എ ക്ലാസ് ചെയ്ത്. എ ക്ലാസ്, സോറി, ഈ സീരീസിൽ. അതെ, ഈ സീരീസിൽ ഇത് തന്നെ 12. ഓക്കെ, അപ്പോ ഓട്ടം 97,000 കിലോമീറ്റർ. ഓണർഷിപ്പ് സെക്കൻഡ് ആയിട്ടുണ്ട്. പേപ്പർ ആയോ ഇത്? ഇല്ല, NOC എടുക്കുവാണെങ്കിലും. ഓക്കെ, അപ്പോ പ്രൈസ് എങ്ങനെയാ? 590 കൊടുക്കാം. 590 അല്ലേ? ഇൻഷുറൻസും ഉണ്ട്. NOC പ്രൈസ് ആണ് 590. ഇതിനും ID ഉണ്ടോ? അത്യാവശ്യം ID ഉണ്ട്, അത്യാവശ്യം ഉണ്ട്. ഇത് മാറണ ഒരു 20,000? അല്ല, ഇത് മാറണമെങ്കിൽ ഏതാണ്ട് ഒരു 50 ഉറുപ്പ്യ വരും. 12 മോഡൽ അല്ലേ? ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം C200 പെട്രോൾ കംപ്രസർ അല്ലേ? ഓക്കെ, അവസാനത്തെ എന്ന് പറഞ്ഞാൽ വെച്ചാൽ ഇനിയും വണ്ടികൾ ഒരുപാടുണ്ട്. പക്ഷെ ഇവരെന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് ഡിസ്പ്ലേ ചെയ്തിട്ട് അങ്ങനെ മെനക്കെട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ എല്ലാം കൂടി ഇവിടുന്ന് കാണിക്കാനും പറ്റൂല, അതുകൊണ്ടാണ് ലെങ്ത് കൂടും. അപ്പൊ അതുകൊണ്ടാണ് നിർത്തുന്നത്. നമുക്കൊരു പാർട്ട് 2 ചെയ്യാം. ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം കേട്ടോ. എല്ലാ സെഗ്മെന്റും ഉണ്ട് അല്ലേ? ഓക്കെ, EUCയും പ്രത്യേകിച്ച് ലേറ്റസ്റ്റ് വണ്ടികളും ഉണ്ട് അല്ലേ? ഇതെങ്ങനെയാ ഡീറ്റെയിൽ? ഇത് 2009 മോഡലാണ്. ഇതും സിംഗിൾ ഓണർ ആണ്. 56,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. വലിയൊരു എമൗണ്ടിന്റെ സർവീസ് ഇപ്പൊ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതെല്ലാം പാർട്ടി ചെയ്ത് തന്നതാണ്. ഓക്കെ, ഇത് 4,40,000 രൂപക്ക് നമുക്ക് NOC കൊടുക്കാം. മാറണമെങ്കിൽ ആകെ 15,900 മതി. 15,900 സെയിം റേറ്റ് തന്നെ അല്ലേ? അത്രയും നല്ല വണ്ടി. അപ്പോ ഒരു ക്ലീൻ പീസ് വാഹനം. ഇതും പെട്രോൾ ആയതുകൊണ്ട് മെയിൻ്റെനൻസ് ആയിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല അല്ലേ? ഓക്കെ, ഇതും എല്ലാം വർക്കിംഗ് അല്ലേ? എല്ലാം വർക്കിംഗ് ആണ്. സെക്കൻഡ് സർവീസ് ബുക്ക്, 4 ടയേഴ്സ് പുതിയതാണ്. എല്ലാം ഉണ്ട്. ഇൻഷുറൻസ് IDV 10 ലക്ഷം ഉണ്ട്. എല്ലാത്തിനും ID ഉണ്ടല്ലോ അല്ലേ? നല്ല. ഈ പ്രാവശ്യം കൂടുതലും സിംഗിൾ ഓണറും ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസും ആണ്. അപ്പൊ തൽക്കാലം നമ്മൾ വൈൻഡ് അപ്പ് ചെയ്തു. അപ്പോൾ ഷാനു വീൽസിലേക്കുള്ള കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. മോങ്ങത്താണ് ലൊക്കേഷൻ, മലപ്പുറം മോങ്ങം. ഓക്കെ, ഷാനവാസ്കാർ നമ്പർ തന്നെയാണ്. കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിയെ തന്നെ കിട്ടുക. ഏത് വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചോട്ടോ. പിന്നെ വേറെ ബ്രാൻഡിന്റെ ഇപ്പൊ ഏതാ? ലാൻഡ് റോവർ ഉണ്ടല്ലേ ഇവിടെ? ലാൻഡ് റോവർ ഉണ്ട്. പിന്നെ മിറ്റ്സുബിഷിന്റെ ഒരു വണ്ടിയും കൂടെ വരാനുണ്ട്. ഓക്കെ, നമ്മൾ കൂടുതൽ ഈ ആന്റിക് പീസുകളാണ് കൂടുതൽ എടുക്കാറ്. കോമൺ ആയിട്ടുള്ള വണ്ടികൾ എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ ഇങ്ങനത്തെ ടേസ്റ്റ് ഉള്ള കുറെ ആളുകളുണ്ട്. അപ്പം അങ്ങനത്തെ കസ്റ്റമേഴ്സിനും വേണ്ടിയാണ് നമ്മൾ കൂടുതൽ ബിസിനസ്സും ചെയ്യുന്നത്. എനിക്കും പേഴ്സണലി പാഷൻ അതിനോടാണ്. കോമൺ ആയിട്ടുള്ള ഇന്നോവയും ക്രിസ്റ്റയും ചെയ്യലൊക്കെ ഉണ്ട്, പക്ഷെ ഇപ്പൊ കുറച്ച് കാലമായിട്ട് ചെയ്യില്ല. പിന്നെ പുള്ളി എന്ന് വെച്ചാല് നോർത്ത് അല്ല, പുള്ളി മഹാരാഷ്ട്ര ബേസ്ഡ് ആണ് കൂടുതൽ വണ്ടി എടുക്കുന്നത്. ബോംബെയിലാണ് സ്റ്റേ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. എന്നത്തെ പോലെ തന്നെ നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്തുക. ഷാനവാസ് ഖാനെ പറ്റിയുള്ള വിലകളും കാര്യങ്ങളും ഒക്കെ കമൻസിൽ രേഖപ്പെടുത്തുക.
ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോ ചെയ്യണം. പ്രേക്ഷകർ വെയിറ്റ് ചെയ്തുകൊണ്ട്. തീർച്ചയായിട്ടും ഓക്കെ, അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു.